കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ എബ്രായ ലേഖനത്തിലേക്കുള്ള നമ്മുടെ പഠനം ആരംഭിച്ചിരിക്കുകയാണ്. ബൈബിൾ സ്റ്റഡിയായിട്ട് നാം ഒന്നിച്ചായിരിക്കുന്നു. ഒരു പുതിയ പഠനം അനുഭവമായതുകൊണ്ട് അതിൻ്റെ പുതുമയിലും അതിൻ്റെതായ ഒരു ന്യൂനെസ് നമുക്ക് നമ്മുടെ ബൈബിൾ പഠനത്തിലും സ്റ്റഡിയിലുമൊക്കെയും കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീരട്ടെ. ഇന്നത്തെ ദൈവവചന പഠനം എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 3 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിപ്പാനായിട്ട് ഇടയായി തീർന്നല്ലോ. അടുത്ത 4-ാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. ഇവിടെ വളരെ വ്യക്തതയോടെ പരാമർശിക്കുന്ന ഒരു വലിയ ഡിബേറ്റുണ്ട്. അതായത് അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്തു. അതിനുശേഷം 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഈ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഈ ഒരു തീസിസിനെ സാധൂകരിക്കുന്ന നിലയിലുള്ള ഈ ലേഖനകർത്താവിൻ്റെ ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ അതിനെ സമർത്ഥിക്കുന്ന ആർഗ്യൂ ചെയ്യുന്ന ഒരു ആർഗ്യുമെൻ്റായിട്ട് നമുക്ക് താഴോട്ട് വായിക്കാനായിട്ട് കഴിയും. അപ്പോൾ വളരെ പരമപ്രധാനമായിട്ടുള്ള ചോദ്യം, യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ ആണോ എന്നുള്ള ചോദ്യമാണ്. നമ്മളെ സംബന്ധിച്ച് അത് വലിയ ഗൗരവമുള്ള വിഷയമല്ലെങ്കിൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ദൂതന്മാർക്ക് പ്രത്യേകമായ ഒരു പദവി ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതായ ഒരു ചിന്തയാണ്, ഒരു ഉപദേശമാണ്, യേശു ദൈവത്തിൻ്റെ ദൂതന്മാരിൽ ഒരുവൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന ഒന്നാണ് ഈ യേശു എന്ന നിലയിലുള്ള ചിന്തകൾ, പഠിപ്പിക്കലുകൾ ഉടലെടുക്കുന്ന ഒരു സമയമുണ്ട്. ഇതിനോടുള്ള ബന്ധത്തിലാണ് ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തോലിക കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പല നിലകളിലുള്ള യേശുവിൻ്റെ ദൈവത്വത്തെയും ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങൾ ഉയരുകയും സഭാ ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഡിബേറ്റ് നടന്നത് യേശുവിൻ്റെ ദൈവത്വത്തെയും യേശുവിൻ്റെ മനുഷ്യത്വത്തെയും തെളിയിക്കാനുള്ള ഒരു വലിയ ചർച്ചകളും അതിനെ തുടർന്നുള്ള ഡിബേറ്റുകളും വാഗ്വാദങ്ങളൊക്കെയാണ് സഭാ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള സഭാ പശ്ചാത്തലത്തിൽ, ചരിത്രത്തിൽ നൈഷ്യൻ ക്രീഡ് എന്ന നിലയിൽ തന്നെ നീഷയിൽ കൂടിയതായ ഒരു വലിയ മത അല്ലെങ്കിൽ ക്രൈസ്തവ പണ്ഡിതന്മാരുടെ ഒരു സഭയിൽ ഈ നൈഷ്യയിലുള്ള സുന്നകദോസ് കൂടി യേശുവിൻ്റെ ദൈവത്വത്തെയും യേശുവിൻ്റെ മനുഷ്യത്വത്തെയും കുറിച്ച് സ്ഥാപിക്കുന്ന വലിയ ക്രീഡുകൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ വലിയൊരു ചോദ്യമാണ്, ഈസ് ജീസസ് സുപ്രീം ഓർ വെദർ ജീസസ് ഈസ് പവർഫുൾ ഓർ സുപ്രീം ദാൻ ദി ഏഞ്ചൽസ്. നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിലും ഓരോ ദുരുപദേശങ്ങൾ, ഓരോ വിഷയങ്ങൾ ഉടലെടുക്കുന്നതിന് വളരെ നിസ്സാരമായ സമയം മതി. വളരെ പെട്ടെന്നാണ്, കാട്ടുതീ പോലെയാണ് പല ഉപദേശങ്ങൾ പരക്കുന്നത്. പണ്ട് ഞാനൊരു കഥ ഓർക്കുന്നു. ഒരു സ്ത്രീ താന് കടയിൽ നിന്ന് മേടിച്ച ഒരു ടോട്ടില, അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സാധനമാണല്ലോ, നമ്മുടെ ചപ്പാത്തി പോലെ റാപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കിട്ടുന്ന ടോട്ടില. ഈ ഒരു ടോട്ടില മേടിച്ച വഴിയിൽ വീട്ടിൽ ചെന്ന് ആ ടോട്ടില ഇങ്ങനെ എടുത്ത് പാകം ചെയ്യാനായിട്ടും ഉപയോഗിക്കാനായിട്ടും അതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ ഒരു ടോട്ടിലയ്ക്കകത്ത് യേശുവിൻ്റെ രൂപത്തിന് സാദൃശ്യപ്പെടുത്തുന്ന നിലയിലൊരു രൂപം ആ ടോട്ടിലയ്ക്കകത്തുണ്ട്. ഇത് കണ്ടപ്പോഴത്തേന് ഈ സഹോദരിക്ക്, അതല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആ സഹോദരിക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ട് തൻ്റെ ഭർത്താവിനെ വിളിച്ച് കാണിച്ചു. കണ്ടില്ല, ഞാൻ എടുത്ത ഈ ടോട്ടിലയ്ക്കകത്ത് എന്തുണ്ട്, ഒരു യേശുവിൻ്റെ രൂപം അതിനകത്ത് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഭർത്താവിന് അത് നോക്കിയപ്പോൾ ഏകദേശം അതുപോലൊരു രൂപം പോലെ തോന്നുന്നുവെന്ന് അദ്ദേഹത്തിനും തോന്നി.
എന്നിട്ട് ഈ സഹോദരി വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞു, ഇതൊരു ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ്, ഒരു മിറക്കിളാണ്. അതുകൊണ്ട് ഇതിനെ നമ്മുടെ പുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ പ്രത്യേകമായ നിലയിൽ അതിനെ അനുഗ്രഹിക്കണം, അതിനെ വാഴ്ത്തണം എന്ന് പറഞ്ഞ് ഈ ടോർട്ടില എടുത്തുകൊണ്ട് ഈ പുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. പുരോഹിതൻ അല്ലെങ്കിൽ തൻ്റെ ഈ സഹോദരിയുടെ ഭർത്താവ് പുരോഹിതനെ അതെങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിട്ട് പുരോഹിതൻ വിചാരിച്ചു എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, എന്നാൽ ഇരുന്നോട്ടെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഈ ടോർട്ടിലയെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് ഈ സ്ത്രീക്ക് നൽകി. ഈ സ്ത്രീ വീട്ടിൽ ചെന്നിട്ട് ഒരു വലിയൊരു ചില്ല് ഗ്ലാസിൻ്റെ ഒരു ചെറിയ കേസ് ഉണ്ടാക്കിയിട്ട് കേസിനകത്ത് ഈ ടോർട്ടില എടുത്ത് ഭദ്രമായിട്ട് വെച്ചു. അങ്ങനെ ഈ ടോർട്ടില അതിനകത്ത് വളരെ സേഫായിട്ട് വാക്യൂമേഡായിട്ട് അതിനകത്ത് എയറൊന്നും കയറാത്ത നിലയിൽ അത് അതിനകത്ത് അടച്ചു വെച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആളുകളോട് പറഞ്ഞു, ഇങ്ങനൊരു പ്രത്യേകമായ വളരെ അത്ഭുതം നിറഞ്ഞതായ ഒരു ടോർട്ടില ദൈവം എനിക്ക് തന്നിട്ടുണ്ട്, അതെൻ്റെ വീട്ടിലിരിക്കുന്നു. അപ്പം ഇത് കാണാനായിട്ട് ആളുകൾ കുറേ പേരൊക്കെ കാണാനും എടുക്കാനായിട്ടൊക്കെ വരാൻ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് തന്നെ തോന്നി, ഇത് എൻ്റെ വീട്ടിലായിക്കൊണ്ടിരിക്കുന്നാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാവും. അദ്ദേഹം അതിനുവേണ്ടി ഒരു ചെറിയ ഷ്രൈൻ, ഒരു ചെറിയ തീർത്ഥ കേന്ദ്രം അങ്ങ് സ്ഥാപിച്ചു. എന്നിട്ട് ആ തീർത്ഥ കേന്ദ്രത്തിൽ ഇത് കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചിട്ട് ഇത് യേശുവിൻ്റെ രൂപമുള്ള ടോർട്ടിലയാണ് ഇവിടെ ഇരിക്കുന്നതെന്നുള്ള ഒരു വലിയ പരസ്യപ്പെടുത്തലൊക്കെ ചെയ്തപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഇത് കാണാനായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് വലിയൊരു തീർത്ഥ കേന്ദ്രമായി മാറി. യേശുവിൻ്റെ രൂപം പതിച്ച ടോർട്ടിലയുള്ള ഒരു പ്രത്യേകമായ തീർത്ഥ കേന്ദ്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അതൊരു വലിയൊരു ഒരു മത കേന്ദ്രമായി, തീർത്ഥ കേന്ദ്രമായി പിന്നീട് മാറി എന്നൊരു കഥ ഞാൻ ഇങ്ങനെ എവിടെയോ വായിച്ചു കേട്ടു. ഇത് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു ചെറിയ വസ്തുത, നാമും പലപ്പോഴും ഇതുപോലുള്ള ചില ദുരുപദേശങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നതിൻ്റെ വഴി നമ്മൾ അറിയത്തില്ല. അതിങ്ങനെയെങ്കിലും ചെറിയ 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 സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇതുപോലുള്ള ദുരുപദേശങ്ങൾ പലതും ചിന്തകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. സാത്താൻ ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിന് ഒട്ടും മടി കാണിക്കത്തില്ല. ആ അവസരം എടുത്തുകൊണ്ട് തന്നെ യേശുവിൻ്റെ പേഴ്സൺ ആൻഡ് വർക്ക് അല്ലെങ്കിൽ യേശുവിൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഏതവസരവും സാത്താൻ പരമാവധി ഉപയോഗിക്കും. യേശുവിൻ്റെ ദൈവത്വത്തെ താഴ്ത്തിക്കളയുക, അതിനെ ഇടിച്ചു കളയുക എന്നുള്ളത് സാത്താൻ്റെ അന്നും ഇന്നും മുതലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അതിനേതവസരം കിട്ടിയാലും സാത്താൻ അതിനെ ഫ്യൂവൽ ചെയ്ത് അതിനകത്ത് എണ്ണയൊഴിച്ച് വളരെ ആളിക്കത്തിക്കാനായിട്ട് സാത്താൻ ശ്രമിക്കും. അതുകൊണ്ട് കാലഘട്ടങ്ങളിൽ പലതും നാം പരിശോധിച്ച് നോക്കിയാൽ യേശുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒത്തിരി ഡിബേറ്റുകൾ, വാഗ്വാദങ്ങൾ, സംസാരങ്ങൾ ഒക്കെയും നമുക്ക് കേട്ടിട്ടുണ്ട്. എന്തിനു പറയുന്നു, ഈ ഒരു കാലഘട്ടത്തിലും വി ആർ ഇൻ എ ഡിബേറ്റബിൾ സിനാരിയോ അല്ലേ? പലരും യേശുവിനെ നിരാകരിക്കുന്നവരുണ്ട്, യേശുവിനെ അംഗീകരിക്കാത്തവരുണ്ട്, യേശുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. പല നവോത്ഥാന ചിന്തകരൊക്കെയും യേശുവിനെ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ യേശുവിൻ്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നില്ല. എന്തിനു പറയുന്നു, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസം യേശുവിൻ്റെ ഹ്യൂമാനിറ്റിയെ വിശ്വസിക്കുന്നുണ്ട്, മാനുഷികതയെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവർ യേശുവിൻ്റെ ദൈവത്വത്തെ വിശ്വസിക്കുന്നില്ല. ഇന്ത്യ കണ്ടിട്ടുള്ള ഒരു നവോത്ഥാന വ്യക്തിയായിരുന്നു രാജാ റാം മോഹൻ റോയ്. അദ്ദേഹം യേശുവിൻ്റെ ഹ്യൂമാനിറ്റിയെ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ മനുഷ്യത്വത്തെ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്വത്തെ വിശ്വസിക്കുന്നില്ല. നമ്മുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന ഗാന്ധിജി യേശുവിൻ്റെ മനുഷ്യത്വത്തെ വിശ്വസിക്കുന്നുണ്ട്, യേശുവിൻ്റെ ദൈവത്വത്തെ വിശ്വസിക്കുന്നില്ല. ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഒരു ദുരുപദേശ ശാഖയായിരിക്കുന്ന യഹോവ സാക്ഷികൾ യേശുവിൻ്റെ ദൈവത്വത്തെ നിരാകരിക്കുന്നു, അല്ലെങ്കിൽ യഹോവ സാക്ഷികൾ യേശുവിൻ്റെ അപ്രമാദിത്വത്തെ, ദ ഓൾമൈറ്റിനെസ്സിനെ വിശ്വസിക്കുന്നില്ല. ദേ ബിലീവ് ദാറ്റ് ജീസസ് ഈസ് ലൈക്ക് ആൻ ആർക്ക് ഏഞ്ചൽ, ഒരു ദൂതനെ പോലെ, ദൈവത്തിൻ്റെ എന്തോ സിദ്ധിയുള്ള ഒരു ദൂതനെ പോലെ വന്ന വ്യക്തിയാണ്. മേ ബി എ മിയർ ഗോഡ്, നോട്ട് ആൻ ഓൾമൈറ്റി ഗോഡ് എന്ന് യഹോവ സാക്ഷികൾ വിശ്വസിക്കുന്നു. അപ്പോൾ പൗലോസ് ഇങ്ങനെയുള്ള ഒരു ചിന്തയുടെ ആരംഭത്തെ ഈ എബ്രായ ലേഖനത്തിൽ തന്നെ അതിനെ
അതിനോട് റെഫ്യൂട്ട് ചെയ്യത്തക്ക നിലയിൽ, അതിനെ തർജ്ജനം ചെയ്യത്തക്ക നിലയിലാണ് ഈ അധ്യായത്തിലെ 4-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുന്നത്. മാത്രമല്ല, ഈ പഴയ നിയമ കാലഘട്ടത്തിലും ഈ പുതിയ നിയമ കാലഘട്ടത്തിലും ദൂതന്മാരെ ആരാധിക്കുന്നത് ഒരു പതിവ് ഉണ്ടായിരുന്നു, ദൂതന്മാരോടുള്ള ആരാധന. അതിന് കൊലോസ്യ ലേഖനത്തിൽ തന്നെ പൗലോസ് അതിനെ തർജ്ജനം ചെയ്യുന്നുണ്ട്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? കൊലോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 18 ഒന്ന് അടുത്ത് വായിച്ചാട്ടെ. കൊലോസിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 18. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ചു, സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡ മനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ആരും നിങ്ങളെ വെറുതെ തെറ്റിക്കരുത്. അപ്പോൾ ദൂതന്മാർക്കൊരു പ്രത്യേകമായ പദവി ഉണ്ടെന്നുള്ളത് പരക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊലോസിയ സഭയോട് അറിയിച്ചപ്പോൾ ചിലർ ദൂതന്മാരെ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. യഹൂദ സമൂഹത്തിലെ പല ആളുകളും ദൂതന്മാരെ ഏഞ്ചൽ വർഷിപ്പേഴ്സ് പലരും ഉണ്ടായിരുന്നു. മാത്രമല്ല, പഴയ നിയമത്തിൻ്റെ ഒരു വലിയ ചിന്തയായിരുന്നു ഈ ദൂതന്മാർ ദൈവത്തിൻ്റെ നിയോഗം പ്രാപിച്ച് ദൈവനിയോഗം നടപ്പാക്കുന്നവരാണ്. അതിന് അപ്പോസ്തല പ്രവൃത്തിയിലൊരു വാക്യം അതിനെ സൂചിപ്പിക്കുന്നൊരു വാക്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിൻ്റെ 53-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 7:53. അവന് നിങ്ങൾ ഇപ്പോഴും ദ്രോഹികളും കൊലപാതകരും ആയിരിക്കുന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രമാണിച്ചു എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. അപ്പോൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി എന്നുള്ള വാക്ക്, അനോയിൻറ്റഡ്, ഓർഡൈൻഡ് ബൈ ദി ഏഞ്ചൽസ്. അപ്പോൾ ദൂതന്മാരെ ആരാധിക്കുന്ന, ദൂതന്മാരോട് ആരാധന അർപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പഴയ നിയമത്തിലുണ്ട്, പൗലോസിൻ്റെ കാലഘട്ടത്തിലുണ്ട്. പൗലോസ് അതിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് നമുക്ക് ലേഖനങ്ങളിലൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ എന്ന നിലയിൽ ഇന്ന് രാത്രികാലം ഞാൻ ആ ഭാഗം ഓർപ്പിച്ചത്, ഇതൊരു വലിയ ദുരുപദേശമായിരുന്നു. അതായത് യേശു ഒരു ആർക്ക് ഏഞ്ചൽ അല്ലെങ്കിൽ ഒരു ദൂതന് തുല്യനാണ്, യേശു ഒരു ദൈവമല്ല എന്ന് വിശ്വസിപ്പിക്കുന്ന, പ്രചരിപ്പിക്കുന്ന ദുരുപദേശം. നമ്മൾ ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ തന്നെയും നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ എന്ന നിലയിൽ, അതിൻ്റെ പ്രായോഗിക വശം എന്ന നിലയിൽ ഇന്നും നമ്മുടെ മുന്നിൽ പലപ്പോഴും യേശുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന പല അവസ്ഥകൾ കടന്നു വരുമ്പോഴും അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമുക്കിത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ പരാജയം സംബന്ധിച്ച് മാറിപ്പോകാറുണ്ട്. So tonight we will be just discussing how Jesus is supreme over angels. Jesus' supremacy of angels, over angels. യേശുവിൻ്റെ ശ്രേഷ്ഠത, ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠനെന്നുള്ള. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ അധ്യായങ്ങൾ, ആ 1-ാം അധ്യായം 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിന് പൗലോസ് ചില വളരെ വ്യക്തമായ, അല്ലെങ്കിൽ ഈ ലേഖനത്തിൻ്റെ കർത്താവ് വളരെ വ്യക്തമായി തന്നെ അത് വളരെ വ്യക്തതയോടെ അതിനെ റെഫ്യൂട്ട് ചെയ്തുകൊണ്ട്, അതിനെ തർജ്ജനം ചെയ്തുകൊണ്ട് പല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഇന്ന് രാത്രിയിൽ ഓരോന്നോരോന്നായി വളരെ വേഗത്തിൽ ചിന്തിച്ചിട്ട് നമുക്ക് അവസാനം പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞ് നമ്മുടെ പ്രധാനപ്പെട്ട തീസിസ് എന്തെന്ന് ചോദിച്ചാൽ, ദൈവദൂതന്മാർ യേശുവിന് തതുല്യമായ വ്യക്തിയോ, അല്ലെങ്കിൽ യേശു ദൈവദൂതന്മാർക്ക് തുല്യനായ വ്യക്തിയാണോ? ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഈ ആധുനിക കാലഘട്ടത്തിലും ഇതിന് സമമായ ചിന്താധാരകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒന്ന്, യഹോവ സാക്ഷികളുടെ ഒരു ആർഗ്യുമെൻറ്റ്, മറ്റ് നിരീശ്വരവാദികളായ ആളുകളുടെ ആർഗ്യുമെൻറ്റ്, യേശുവിൻ്റെ ദൈവത്വത്തെ വിശ്വസിക്കാത്തവരുടെ ആർഗ്യുമെൻറ്റ്സ്. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇന്നത്തെ ആനുകാലിക കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്, പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ
ഈ ബൈബിൾ സ്റ്റഡിയെ മുന്നോട്ട് ഒരു പെർസ്പെക്റ്റീവിൽ ആ ഒരു ഫ്രെയിം വർക്കിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ ഒരു ഏഞ്ചലിക് ബീയിങ് ആണോ, യേശു ഒരു ദൈവദൂതന്മാരെ പോലെ ഉള്ളവനാണോ എന്നുള്ള ചോദ്യത്തിന് ഈ ലേഖനകർത്താവ് കൊടുക്കുന്ന മറുപടി നമുക്ക് ഓരോന്നായി ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്നാമത്തെ 4-5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ജീസസ് ഈസ് സുപ്പീരിയർ ടു ദ ഏഞ്ചൽസ് ബിക്കോസ് ഹീ ഈസ് യൂണീക്ക്ലി ദി സൺ ഓഫ് ഗോഡ്. യേശു ദൂതന്മാരെക്കാളിലും ശ്രേഷ്ഠനാണ്, കാരണം യേശുവിനെ ദൈവത്തിൻ്റെ പുത്രൻ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. 4-5 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവൻ ദൈവദൂതന്മാരെക്കാളും വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവന് അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഈ താഴോട്ടുള്ള വാക്യങ്ങൾ ഓരോന്നും പഴയ നിയമത്തിലുള്ള ചില വസ്തുതകളെ മുന്നിൽ ഒരു പ്രൂഫ് എന്ന നിലയിൽ പ്ലേസ് ചെയ്താണ് ഈ ലേഖനകർത്താവ് ഈ കാര്യം സ്ഥാപിക്കുന്നത്. 5-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചാറ്റ് ബോക്സിൽ ആർക്കെങ്കിലും ഒന്ന് കമൻ്റ് ഇടാമോ ഇത് ഏത് പഴയ നിയമ ഉദ്ധരണിയാണ് എന്നുള്ളത്? വളരെ വളരെ പരിചയമുള്ളൊരു വാക്യമാണ്. എവിടാണ് എൻ്റെ റെഫറൻസ് അല്ലെങ്കിൽ അധ്യായം? ഒന്ന് നിങ്ങൾക്കൊരു എൻഗേജ്മെൻറ്റ്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, ക്യാൻ യു ജസ്റ്റ് ഐഡൻറ്റിഫൈ ദാറ്റ് വേർഡ്സ്? മൈ സൺ, ടുഡേ ഐ ഹാവ് ബീൻ ബിഗോട്ടൻ യു. പ്രൈസ് ദി ലോർഡ്. ചാറ്റ് ബോക്സിൽ ആരുടെയും കമൻറ്റ് വന്നില്ല. പെട്ടെന്ന് ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാമോ? യെസ്, ചിലർ പറയുന്നുണ്ട്. യെസ്, ഇറ്റ് ഇസ് സാംസ് 2:7. കൺകോർഡൻസ് ബൈബിളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. എനിവേ, അപ്പോൾ ഈ അധ്യായങ്ങൾ, ഈ താഴോട്ടുള്ള വാക്യങ്ങളിലെല്ലാം നമുക്കൊരു പാരലൽ റെഫറൻസ് കാണാൻ പറ്റും. അത് എങ്ങനെയാണ് സ്ഥാപിക്കപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തേത്, ജീസസ് ഈസ് സുപ്പീരിയർ ടു ദ ഏഞ്ചൽസ് ബിക്കോസ് ഹീ ഈസ് യുണീക്ക്ലി ദി സൺ ഓഫ് ഗോഡ്. യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് വളരെ വ്യക്തതയോടെ ഓർപ്പിക്കുന്നു. ഈ വേദപുസ്തകത്തിൽ ഈ 2 പദങ്ങൾ വളരെ കൺഫ്യൂസിങ് ആണ്. ഒന്ന്, ദൈവത്തിൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ പുത്രന്മാർ. പലപ്പോഴും ഈ വാക്യങ്ങളൊക്കെ വെച്ചാണ് യഹോസാക്ഷികൾ നമ്മളോട് ചിലപ്പോൾ വാദിക്കാനായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ യേശു ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. എന്നാൽ ഇവിടെ നാം തിരിച്ചറിയേണ്ടത് യേശുവിനെ ദൈവപുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്യുന്ന നിലയിലല്ല ഇവിടെ നാം വായിക്കുന്നത്. യേശുവിനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്ത്? ദൈവപുത്രൻ എന്ന് തന്നെയാണ്. എന്നാൽ ദൂതന്മാരെ പലപ്പോഴും അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ദൈവപുത്രന്മാർ എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. നമുക്കതിന് ഒരു റെഫറൻസ് എന്ന നിലയിൽ നമുക്ക് വായിക്കാം. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. യോബിൻ്റെ പുസ്തകം 1:6 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുകയാണ്: ഒരു ദിവസം ദൈവപുത്രൻ, ഒന്നുകൂടെ വായിച്ചേ. ദൈവപുത്രന്മാർ നിറയ ഒരു ദിവസം, യെസ്, ആമേൻ. അപ്പോൾ നോക്കിക്കേ, അവിടെ എന്തുവാ വായിച്ചത്? ഒരു ദിവസം ദൈവപുത്രന്മാർ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു ദൂതസഞ്ചയത്തിൻ്റെ, ദൂതസംഘത്തിൻ്റെ ഒരു വാക്കായിട്ട് നമുക്ക് കാണാം. അതുമാത്രമല്ല, ദൈവമക്കളായ നമ്മയും കർത്താവ് തിരുവചനത്തിൽ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? ദൈവമക്കൾ. ഒരുവൻ ക്രിസ്തുവിലാവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം അധ്യായത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ നമ്മളെയും ദൈവത്തിൻ്റെ മക്കൾ, പുത്രന്മാർ പുത്രിമാർ എന്ന നിലയിൽ തന്നെ നമ്മളെയും അഭിസംബോധന ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ് നമ്മൾ, പുത്രിമാരാണ് നമ്മൾ.
ഈ പറയുന്ന ദൂതന്മാരെയും ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കുന്നു. യോബ് ജനസിസ് ചാപ്റ്റർ 3 ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് തന്നെ അവിടെ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ അല്ലെങ്കിൽ മനുഷ്യരുടെ പുത്രിമാരുമായിട്ട് അവരിലേക്ക് ആകൃഷ്ടരാകുന്ന കാര്യങ്ങളൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. സോ ഏഞ്ചൽസ് ആർ മോർ ഓവർ കൺസിഡേർഡ് ആസ് സൺസ് ഓഫ് ഗോഡ്. ഒരു പ്ലൂറൽ ഫോമിലാണ് പറയുന്നത്. എന്നാൽ ഇവിടെ യേശുവിനെ മാത്രമാണ് ദൈവപുത്രൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഇത് യഹൂദന്മാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ യേശുവിനെതിരെയുള്ള യഹൂദന്മാരുടെ ഒരു വലിയ പ്രത്യാക്രമണവും അതുതന്നെയാണ്. യേശുവിനെ എന്തിനാ ഈ യഹൂദന്മാരെല്ലാം കൂടെ കയറി എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത്? മറ്റൊന്നുമല്ല, യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ക്ലെയിം ചെയ്തതാണല്ലോ യഹൂദന്മാരുടെയും പ്രശ്നം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 18-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ അത് തന്നെയാണ്. അവർക്ക് നേരെ അല്ലെങ്കിൽ യേശുവിന് നേരെയുള്ള ആരോപണം ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വാദിക്കുന്നു. ദൈവത്തിൻ്റെയോടൊപ്പം സമത്വമുള്ളവൻ, ദൈവത്തിൻ്റെ അംശമായവൻ, ദൈവത്തിൻ്റെ സബ്സ്റ്റൻസ് ആണ് ഈ യേശു എന്ന് വാദിക്കുന്നതാണ് യഹൂദന്മാരെ സംബന്ധിച്ചും വളരെ പ്രയാസകരമായ വിഷയം. അപ്പോൾ ഈ വിഷയം എബ്രായ സമൂഹം ഒരിക്കലും അംഗീകരിക്കാതിരിക്കുകയും ഒരുപക്ഷെ യേശുവിനെയോ യേശുവിൻ്റെ അനുഭവങ്ങളെ ഒരു ഏഞ്ചലിക് ബീയിങ് ആയിട്ട് കാണുമ്പോൾ അങ്ങനെ ഒരു വാദപ്രതിവാദം എബ്രായ സമൂഹത്തിൻ്റെ നടുവിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഈ ലേഖനകർത്താവ് വളരെ വ്യക്തതയോടെ പറയുകയാണ്, അല്ല, തിരുവചനം സങ്കീർത്തനം 2-ാം അധ്യായം 7-ാം വാക്യം വളരെ വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ പുത്രൻ, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തന വാക്യം വളരെ വ്യക്തതയോടെ ഓർപ്പിക്കുന്നു. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ വേറൊരു നമ്മളോട് വാദിക്കുന്നവരുടെ ഒരു വാദമാണ്, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അതപ്പോൾ ഒരു സൃഷ്ടിയല്ലേ? അതപ്പോൾ ഒരു എറ്റേണിറ്റി അതിനകത്തില്ലായിരുന്നു. യേശു ഈസ് എ ക്രിയേറ്റഡ് ബീയിങ്. യേശു ഒരു ക്രിയേറ്റഡ് വ്യക്തിയാണ്. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ സംഭവം യേശുവിൻ്റെ ഇൻകാർണേഷനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ യേശുവിൻ്റെ സൃഷ്ടിയല്ല. യേശു അനാദികാലങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നതായ ഒരു ആത്മീയ അനുഭവമാണ്, ആത്മീയ മണ്ഡലമാണ്. യേശു ദൈവത്തിൽ തന്നെ അല്ലെങ്കിൽ ദൈവമായിരിക്കെ തന്നെ അനാദികാലങ്ങൾക്ക് മുമ്പ്. ഹി ഹാസ് നോ ബിഗിനിങ്. ജീസസ് ക്രൈസ്റ്റ് ഹാസ് നോ ബിഗിനിങ്. യേശുവിനൊരു തുടക്കമില്ല. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ വൺ ഹൂ ഈസ് എറ്റേണലി എക്സിസ്റ്റിംഗ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, അത് ജഡമായി അവതരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന സങ്കീർത്തന വാക്യം ഇറ്റ് ഈസ് ടോട്ടലി കൺസിഡറിങ് ഓൺ ദി ഇൻകാർണേഷൻ. യേശുവിൻ്റെ ജഡ അവതാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, അവിടെ മറ്റൊരു ഭാഗം കൂടെ ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 5-ാമത്തെ വാക്യത്തിൽ, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് ദൂതന്മാരിൽ ആരെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? രണ്ടാമത്തെ ഒരു കൊട്ടേഷൻ, അത് ശമൂവേലിൻ്റെ പുസ്തകം, ഉദാഹരണത്തിന് അല്ലെങ്കിൽ 2 ശമൂവേൽ ചാപ്റ്റർ 7 വേഴ്സ് 14. അവിടെ ദാവീദിൻ്റെ സന്തതിയോടുള്ള ബന്ധത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ ഒരു വാക്കാണ് അവിടെ. ഗോഡ് ഈസ് ടെല്ലിങ് ടു ഡേവിഡ്, ഗോഡ് വിൽ ബി ദി ഫാദർ ടു ഡേവിഡ് സൺ. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയി ഇരിക്കും. അപ്പോൾ അബ്ശാലോമിനുള്ള ബന്ധത്തിൽ പറയുകയാണ്, ഞാൻ അവന് പിതാവായിരിക്കും, അവൻ എനിക്ക് പുത്രനായിരിക്കും. അത് ആത്മീയ അർത്ഥത്തിൽ യേശു ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചപ്പോൾ ഇൻഫാക്റ്റ് യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്, യേശു ഒരു ദൂതനല്ല, മറിച്ച് ഹീസ് ദ സൺ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പുത്രനാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ആ ഭാഗം വ്യക്തമായി മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു. അടുത്തത് വീണ്ടും ഈ ഭാഗം തന്നെ ലേഖനകർത്താവ് വീണ്ടും അതിനെ റെഫ്യൂട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, നോ, ജീസസ് ഈസ് superior to angels because they worship and serve. 6-7 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ്, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ
നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. 7-ാമത്തെ വാക്യം, അവൻ കാറ്റുകളെ അവൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുമെന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ഇവിടെ യേശുവിനെ കുറിച്ച് പറയുന്നൊരു വാക്കാണ് ആദ്യജാതൻ. വീണ്ടും യഹോവ സാക്ഷികളെ പോലുള്ള ആൾക്കാർ പറയും വീണ്ടും അതൊരു ഒരു 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 ക്രിയേറ്റഡ് ബീയിങ് അല്ലെങ്കിൽ ഒരു സൃഷ്ടിയെക്കുറിച്ചല്ലേ ആദ്യജാതൻ എന്ന് പറയുന്നത്. എന്നാൽ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ആദ്യജാതൻ എന്ന് പറയുന്നത് ആദ്യം ജനിച്ച വ്യക്തി എന്നതിനെക്കാട്ടിലുപരി അതൊരു പൊസിഷനെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം ഉണ്ടായ വ്യക്തി എന്നതിന് സൂചന കൊടുക്കുന്നതല്ല. ആദ്യത്തെ മോൻ എന്ന് പറയുന്നത് പോലെയല്ല ഈ വേദപുസ്തക ഭാഷയിൽ ആദ്യജാതൻ, മറിച്ച് ആദ്യജാതൻ എന്ന് പറയുന്നത് ഒരു പദവിയാണ്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനം 89:27 നാം ഒന്നെടുത്ത് വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തതയോടെ എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനം 89:27 വാക്യം ഒന്ന് വായിക്കാമോ? സങ്കീർത്തനം 89:27. ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും. ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനും ആക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ അവിടെ വളരെ വ്യക്തതയോടെ എഴുതിയിട്ടുണ്ട്, ജീസസ് ഈസ് ദ ഫസ്റ്റ് ബോൺ. ദാറ്റ് മീൻസ് he holds the first position of everything. Praise the Lord. And അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ ദൂതന്മാരെന്ത് ചെയ്യുന്നു? അവരെ ശുശ്രൂഷിക്കുന്നു, അല്ലെങ്കിൽ അവനെ ആരാധിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അവനെ എപ്പോഴും ആരാധിക്കുന്നു. വാസ്തവത്തിൽ യേശു ജനിച്ചപ്പോൾ യേശുവിനെ ദൂതന്മാരാണ് വന്ന് എന്ത് ചെയ്തത്? അവിടെ വന്ന് ദൈവത്തെ ആരാധിച്ചത് നമ്മൾ കാണും. ദൈവത്തിൻ്റെ യേശുവിൻ്റെ ജനനത്തിങ്കൽ ദൂതന്മാരുടെ പ്രത്യക്ഷതയുണ്ടായി. അതോടൊപ്പം തന്നെ യേശു അവസാനമായി സ്വർഗത്തിൽ വെളിപ്പെടുന്ന സമയത്തും, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോഴും ദൂതന്മാർ ഉള്ള സദസ്സിൽ അവൻ മഹോന്നതനായ യേശുവിനെ അവർ പ്രകീർത്തിക്കുകയാണ്. അപ്പോൾ തിരുവചനത്തിൽ എവിടെയും ദൂതന്മാർ യേശുവിനെ വണങ്ങി, യേശുവിനെ ആരാധിച്ചു. അത് യേശു ജനിച്ചപ്പോഴും യേശു നിത്യതയിലായിരിക്കുന്ന സമയത്തും, അല്ലെങ്കിൽ ഇന്നും ദൂതന്മാരുടെ മുമ്പിൽ, അല്ലെങ്കിൽ ദൂതന്മാർ യേശുവിനെ ആരാധിക്കുന്നു. അപ്പോൾ അവിടെ തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഈ ആദ്യജാതനായവനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് ഞാൻ അരുളി ചെയ്യുന്നു. അപ്പോൾ യേശുവിൻ്റെ ജനനത്തിങ്കൽ വന്നപ്പോൾ ദൂതന്മാർ വന്ന് അവനെ ആരാധിച്ചു. അവസാനം യേശു സ്വർഗത്തിലായിരിക്കുമ്പോഴും ദൂതന്മാർ അവനെ ആരാധിച്ച് വണങ്ങുന്നത് നമുക്ക് കാണാം. അപ്പോൾ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് വളരെ വ്യക്തതയോടെ ഈ ലേഖനകർത്താവ് പറയുകയാണ്, ഇല്ല, യേശു ദൂതന്മാർക്ക് തുല്യനല്ല. ബിക്കോസ് ദൂതന്മാർ അവനെ ആരാധിച്ചിട്ടുണ്ട്, ദൂതന്മാർ അവനെ നമസ്കരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ജീസസ് ഈസ് സുപ്പീരിയർ ടു ദ ഏഞ്ചൽസ് ബിക്കോസ് ഹീ ഈസ് ദ ഗോഡ് ഹു റെയിൻസ് എറ്റേണലി. എന്നേക്കുമായി നിലനിൽക്കുന്ന അത്യുന്നതനായ ദൈവമാണ്, കർത്താവാണ് യേശു. ഒരിക്കലും ദൂതന്മാർക്ക് സമനായി ഉള്ളവനല്ല യേശു എന്ന് വ്യക്തമാക്കിയാണ്. ജീസസ് ഈസ് സുപ്പീരിയർ ടു ഏഞ്ചൽസ് ബിക്കോസ് ഹീ ദ ഗോഡ്, ഹീ ഈസ് ദ ഗോഡ് ഹു റെയിൻസ് എറ്റേണലി. യേശു കർത്താവ് ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. അവൻ്റെ രാജ്യത്വം ഒരിക്കലും അവസാനിക്കുന്നതല്ല. അവൻ്റെ അധികാരം ഒരിക്കലും മാറ്റിക്കൊടുത്തിട്ടില്ല. അവൻ ഇന്നും അനന്യനായ ദൈവമാണ്. അവൻ ഇന്നും ശ്രേഷ്ഠനായ ദൈവമാണ്. ജീസസ് ഈസ് ദ ഗോഡ് ആൻഡ് ഹീ ഈസ് ദ മൈറ്റി ഗോഡ് ഫോർ എവർ. 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത് നാം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 1:8-9 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ
ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ ഒരു അല്ലെങ്കിൽ ദൈവികമായ അനുഭവത്തിൻ്റെ ഒരു വലിയ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ വലിയൊരു ഗുണമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യും. നമ്മുടെ ദൈവത്തിൻ്റെ ആ ഒരു സുപ്രിമസിയാണ്. അവൻ നീതി ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ വാക്യം ഞാനും ഇന്ന് രാവിലെ ചിന്തിച്ചപ്പോൾ, ആരാണ് ഈ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ കൂട്ടുകാരൻ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വരികയുണ്ടായി. എന്നാൽ അതും ഒരു പ്രവചന നിവൃത്തിയാണ്. അല്ലെങ്കിൽ യഹോവ സാക്ഷികളെ പോലുള്ളവർ അത് ഒരു പോയിൻ്റായിട്ട് കൊണ്ടുവരും. യേശുവിന് ദൂതന്മാർക്കല്ലേ കൂട്ടുകാരുണ്ടാകേണ്ടത്, അല്ലെങ്കിൽ ദർ ആർ മെനി എന്നുള്ള നിലയിൽ. എന്നാൽ യേശുവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനവാക്യത്തിൽ കൂട്ടുകാരിൽ പരമായിട്ടുണ്ട് യേശുവിൻ്റെ. അപ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഏഞ്ചൽ. ഇത് ദൂതന്മാരെക്കുറിച്ചല്ല പറഞ്ഞത്. യേശുവിൻ്റെ കൂട്ടുകാരായിരിക്കുന്ന ദൂതന്മാരല്ല, ബട്ട് മെനി സൺസ്, പലർ ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ. അത് 2-ാം അധ്യായം അല്ലെങ്കിൽ താഴോട്ടുള്ള നമ്മുടെ എബ്രായ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. സകലത്തിലും ലാക്കും സകലത്തിനും കാരണഭൂതനായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. നോക്കിക്കേ, അപ്പോൾ നമ്മളെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരായി, ദൈവത്തിൻ്റെ മക്കളായി അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷകനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരിക്കുന്നു. അപ്പോൾ അവിടെ പുത്രന്മാരെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ആ വാക്യവും ഈ വാക്യവും തമ്മിൽ ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇവിടെ ദൂതന്മാരെക്കുറിച്ചല്ല പ്രത്യേകം പറയുന്നത്. കൂട്ടുകാരിൽ പരമായി എന്ന് പറയുന്നത് തൻ്റെ കമ്പാനിയൻഷിപ്പ്. വി ആർ ഓൾ കമ്പാനിയൻ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ യേശുവുമായിട്ട് വളരെ കമ്പൈനായിട്ട് നിൽക്കുന്നവരാണ്. നമ്മളെല്ലാവരും യേശുവിൻ്റെ കമ്പാനിയൻഷിപ്പിലുള്ളവരാണ്. അപ്പോൾ അവരുടെ നടുവിൽ ഏറ്റവും ഉന്നതമായി ആരാധനയ്ക്ക് യോഗ്യനാക്കി മാറ്റിയിരിക്കുന്നത് യേശുവിനെയാണ്. So Jesus is superior to the angels because he is the God who reigns eternally. അനാദികാലങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി വെളിപ്പെട്ട നമ്മുടെ ദൈവമായ കർത്താവാണ്. അടുത്തൊരു തെളിവ് വീണ്ടും ആ ലേഖനത്തിൽ നമ്മൾ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ജീസസ് ഈസ് superior to the angels because he is the eternal creator of heaven and the earth. സകല സൃഷ്ടിയുടെയും അല്ലെങ്കിൽ ഈ ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും സൃഷ്ടിതാവാണ് എന്ന് വ്യക്തമാക്കുന്നു. 10-ാമത്തെ വാക്യവും 10 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ, 12 വരെ. കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവ എല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും. വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് അടുത്തൊരു ദൈവിക പ്രവചനം വാക്കാണ് നമ്മൾ കാണുന്നത്. അവിടെ സങ്കീർത്തനം 102-25 മുതൽ 27 വാക്യങ്ങളാണ് ഇവിടെ വായിക്കുന്നത്. സങ്കീർത്തനം 102-25. നാം പറഞ്ഞല്ലോ, ഈ അധ്യായത്തിൻ മുഴുവൻ ഒരു ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റെഫറൻസ് വെച്ചാണ് ലേഖനം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഓരോ വാക്കിനും അതിൻ്റെ തതുല്യമായ അതിൻ്റെ റെഫറൻസ് പഴയ നിയമത്തിലുണ്ട്. പ്രത്യേകിച്ച് എല്ലാ സങ്കീർത്തനങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വായിക്കുന്നത് സങ്കീർത്തനം 102-25 മുതൽ 27 വരെയുള്ള ഗോഡ് ഹു സസ്റ്റെയിൻസ് ദി എർത്ത്, ഈ ഭൂമിയും ഈ ഭൂതലത്തെയും എല്ലാം സൃഷ്ടിക്കുന്ന ദൈവം. എന്നാൽ ആ സങ്കീർത്തനം വായിച്ചു നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, God is sustaining the earth and the heaven for his creation,
ഫോർ ഹിസ് ക്രീച്ചേഴ്സ്. നമ്മളെപ്പോലുള്ള മനുഷ്യൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രതിസന്ധിയുടെ അനുഭവത്തിൽ ദൈവം സകലത്തിൻ്റെ സൃഷ്ടിതാവാണെന്ന് ഓർക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. കാരണം പ്രൈസ് ദി ലോർഡ്, ദൈവം സകല ചരാചരങ്ങളുടെയും സൃഷ്ടിതാവായി, സകലത്തിൻ്റെയും കർത്താവായി നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ പിന്നെ നമ്മുടെ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ എത്രയോ നിസ്സാരമാണ്. സങ്കീർത്തനം 102 അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. സങ്കീർത്തനകർത്താവ് വളരെ നിരാശയിലും വേദനയിലും കടന്നു പോകുമ്പോൾ താൻ ആശ്വസിക്കുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവം സകലത്തെയും സൃഷ്ടിക്കുന്ന, സകല ചരാചരങ്ങളെ നിർമ്മിച്ചവനായിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വിഷമങ്ങളോ പ്രയാസങ്ങളോ കണ്ടിട്ട് എന്തിനാണ് ഭാരപ്പെടുന്നത് എന്ന് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുകയാണ്. അതൊരു ആത്മീയ ദൂത് അതിനകത്ത് നമുക്ക് വേണ്ടി ഉണ്ടെങ്കിലും ഇന്നും കർത്താവ് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ കേൾക്കുന്നു. അവനൊരു ദൂതനായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് വേണ്ടി ദൈവികമായ ഇടപെടൽ നടത്തുവാൻ കഴിയുകയില്ലായിരിക്കാം. ഒരു ദൂതനായിരുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഇതുപോലൊന്നും എനിക്ക് വേണ്ടി ചെയ്തെന്ന് വന്നേക്കേയില്ല. എന്നാൽ അവൻ യേശു കർത്താവ് ഇന്നും അനന്യനായി, അവൻ സകലത്തെയും സൃഷ്ടിച്ചവനായ സൃഷ്ടികർത്താവായതുകൊണ്ട് ദൈവം ഇന്നും എനിക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ഭാരമുള്ള സമയങ്ങളിലെല്ലാം ദൈവം എനിക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കുകയാണ്, എനിക്ക് വേണ്ടി ദൈവിക ഇടപെടൽ നടത്തുകയാണ്, എന്നെ ദൈവം ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലവും ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ സങ്കീർത്തനത്തിലൂടെ ഈ ലേഖനകർത്താവ് വീണ്ടും ഓർപ്പിക്കുന്നത് പോലെ, ഹീ ഈസ് ദ ക്രിയേറ്റർ ഓഫ് ദി ഹെവൻ ആൻഡ് ദി എർത്ത്. സോ ഹീ വിൽ ഡീൽ every element that is for us. നമുക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നിവർത്തിക്കാൻ ശക്തനായ ദൈവമാണ്. Praise the Lord. Jesus is superior to the angels because he is the eternal creator of heaven and the earth. അടുത്തൊരു ആർഗ്യുമെൻ്റ്, അല്ലെങ്കിൽ യേശു ദൂതനല്ല എന്നതിനെക്കുറിച്ചുള്ള ഒരു ആർഗ്യുമെൻ്റ് അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് വായിച്ചാൽ, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവക ആത്മകളല്ലേ. പ്രൈസ് ദി ലോർഡ്. ഇതും അടുത്തൊരു സങ്കീർത്തനത്തിൻ്റെ കൊട്ടേഷനാണ് എടുത്തിരിക്കുന്നത്. സങ്കീർത്തനം 110:1. പ്രൈസ് ദി ലോർഡ്. Jesus is superior to the angels because he sits at the God's right hand, whereas they are sent out to serve the saints. ദൂതന്മാരോ പ്രൈസ് നമുക്ക് ശുശ്രൂഷ ചെയ്യുന്ന സേവാത്മാക്കളാണ്. എന്നാൽ യേശു എവിടെയാണ്? ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കാൻ കഴിയുന്നവൻ. എന്നെ കേൾക്കുന്ന പ്രിയ, there is no any created being who can sit at the right hand of God. ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കാൻ യാതൊരു സൃഷ്ടിക്കും അധികാരമില്ല. ദൈവപുത്രനായി ദൈവത്തിൻ്റെ അംശമായിരിക്കുന്നത്, സബ്സ്റ്റൻസ് ഉള്ള ആ ദൈവമായിരിക്കുന്നവൻ തന്നെയാണ് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിലനിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏഞ്ചൽസിന് ഒരിക്കലും പിതാവിൻ്റെ വലതുഭാഗത്തൊരു സ്ഥാനം അലങ്കരിക്കാൻ കഴിയത്തില്ല. ദൂതന്മാരെക്കുറിച്ച് പറയുന്നത് അവർ സേവാത്മാക്കളാണ്. ദേ ആർ ഓൺലി ഫോർ അസ് ടു സെർവ്. നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ഈ ദൂതന്മാരുടെ കാഴ്ച കണ്ടപ്പോൾ ദൂതൻ്റെ മുന്നിൽ വണങ്ങാനായിട്ട് ശ്രമിച്ചപ്പോൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ കാണുന്നത്, എന്നെ വണങ്ങരുത്, ഐ ആം എ ഫെലോ സർവൻറ്റ്, ഞാനൊരു സേവ ചെയ്യുന്ന വ്യക്തി മാത്രമാണ്. സോ ഡു നോട്ട് വർഷിപ്പ് മീ, എന്നെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആരാധിക്കരുത് എന്ന് യോഹന്നാൻ വളരെ വ്യക്തതയോടെ അവിടെ ഓർപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിൻ്റെ മുന്നിൽ ദൂതന്മാരെക്കുറിച്ചുള്ള ആ വാഗ്വാദങ്ങൾക്ക് ലേഖനകർത്താവ് മറുപടി കൊടുക്കുകയാണ്. ജീസസ് ഈസ് സുപ്പീരിയർ ടു ദ ഏഞ്ചൽസ്. ഏഞ്ചൽസിന് മുമ്പിൽ
യേശുവാണ് ഏറ്റവും ഉയർന്നിരിക്കുന്നത്. ഒരിക്കലും ദൂതന്മാർ ആരാധനയ്ക്ക് യോഗ്യനല്ല. യേശു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവനാണ്. നോ എനി ക്രിയേറ്റഡ് എൻജോയ് ദ പ്രിവിലേജ് ഓഫ് സിറ്റിംഗ് ഇൻ ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കാൻ ആർക്കും ദൈവം അവസരം കൊടുത്തിട്ടില്ല. മാത്രമല്ല, യേശു പലപ്പോഴും ദൂതനെ വണങ്ങരുതെന്ന് ദൂതൻ തന്നെ പറയുമ്പോൾ, യേശു എന്നാൽ യേശുവിൻ്റെ മുമ്പിൽ വണങ്ങിയവരെ അയ്യോ എന്നെ വണങ്ങരുത്, ഞാൻ ദൈവമല്ല എന്ന് വെച്ചാൽ എന്നെ വണങ്ങരുതെന്ന് യേശു ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് മീൻ പിടിച്ച ശേഷം, വലിയൊരു മീൻകൂട്ടമൊക്കെ പിടിച്ചതിന് ശേഷം യേശുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. യേശു ഉടനെ അയ്യോ എൻ്റെ മുമ്പിൽ മുട്ടുമടക്കരുതെന്ന് യേശു പറഞ്ഞില്ല. ലൂക്കോസിന് സുവിശേഷം 5-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് കാണുന്നു. മറ്റൊരു വേദഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷം 9:35 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും യേശുവിനെ എന്ത് ചെയ്യുന്നു? ആളുകൾ വന്ന് വണങ്ങുന്നു. യേശു ഒരിക്കലും എന്നെ വണങ്ങരുതെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് ജീസസ് ഈസ് ഗോഡ്, ഹീ ഈസ് നോട്ട് ആൻ ഏഞ്ചൽ. പ്രൈസ് ദി. എന്നാൽ ദൂതന്മാർ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? സേവിക്കുന്നുണ്ട്, നമ്മെ സഹായിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്യാൻ ദൂതന്മാർ ഇന്നും ഇറങ്ങി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു ഉദാഹരണം, ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വന്നത് ഞാൻ പറയാം. പണ്ടൊരു ദൈവദാസൻ, അനുഗ്രഹിക്കപ്പെട്ടതായൊരു ദൈവദാസൻ, അദ്ദേഹം ഒരു കൺവെൻഷനൊക്കെ പ്രസംഗിക്കാനായിട്ട് തന്നെ ആളുകൾ വിളിച്ചു. അങ്ങനെ കൺവെൻഷനൊക്കെ പ്രസംഗിച്ചിട്ട്, പണ്ടത്തെ കാലത്ത് വലിയ കാറോ വണ്ടിയോ ജീപ്പോ ഒന്നും ഇല്ലാതെ ഉള്ള സമയമാണ്. അപ്പോൾ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഈ ദൈവദാസൻ തനിച്ച് തൻ്റെ ഭവനത്തിലേക്ക് ഒരു റോഡ് വഴി നടന്നു പോവുകയാണ്. ഈ സമയത്ത് ഈ കൺവെൻഷൻ കേട്ടുകൊണ്ടിരുന്ന ചില സുവിശേഷ വിരോധികളായ ആളുകൾ ഈ ദൈവദാസനെ വകവരുത്തണമെന്നുള്ള ചിന്തയിൽ തന്നെ പോകുന്ന വഴിയിൽ തന്നെ പിടിക്കാൻ വേണ്ടി ആലോചന കൂട്ടി താൻ അവരെ പിടിക്കാനായിട്ട് ഒരുക്കം പാർത്തിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ ഈ ദൈവദാസൻ തനിച്ച് റോഡിലൂടെ സഞ്ചരിച്ചു പോകുന്ന സമയത്ത് ഇവർ തക്കം പാർത്തിരിക്കുകയാണ് ഈ ദൈവദാസനെ അപായപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഉപദ്രവിക്കുവാനായിട്ട്. എല്ലാ സംഘമായി കുറേ ആളുകൾ കൂട്ടം കൂടി അതിനുവേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ അവസാനം ഈ ദൈവദാസൻ തനിച്ചിങ്ങനെ വരുന്ന വഴിയിൽ എല്ലാവരും ഒരു സംഘമായി ചേർന്ന് ആക്രമിക്കാനായിട്ട് ചെന്ന സമയത്ത് ഈ ആളുകൾ പെട്ടെന്ന് തന്നെ ദൈവദാസനെ കണ്ടതും അവർ പല ഭാഗത്തേക്ക് ചിതറി ഓടി അവരെല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി. ഈ ദൈവദാസന് ഇതൊന്നും അറിയാതെ തന്നെ മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ അവസാനം പിറ്റേ ദിവസം ഈ ആളുകളിൽ ചിലർ ഈ ദൈവദാസൻ്റെ അടുക്കൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് അവർക്ക് തോന്നിയതിനെക്കുറിച്ച് അവർക്ക് പിന്നീട് ഒരു ഖേദം തോന്നിയിട്ട് ദൈവദാസനോട് ക്ഷമ ചോദിക്കാനായിട്ട് കടന്നു വരുന്ന വഴിയിൽ ദൈവദാസൻ്റെ ഭവനത്തിൽ വന്നിട്ട്, അയ്യോ ദൈവദാസൻ, ഇന്നലെ ഞങ്ങളിൽ ചിലർ അങ്ങേ ഉപദ്രവിക്കാനായിട്ട് താല്പര്യപ്പെട്ട് അങ്ങയുടെ അടുക്കിലേക്ക് വന്നിരുന്നു. എന്നാൽ ഞങ്ങൾ കണ്ടപ്പോൾ അങ്ങയുടെ കൂടെ കുറേ ആളുകൾ അങ്ങയുടെ കൂടെ നിന്ന് അങ്ങ് വലിയൊരു വലിയൊരു ഗ്രൂപ്പായിട്ടാണ് നടന്നു വരുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഞങ്ങളുടെ ആൾ ബലം കുറവായതുകൊണ്ടും ഞങ്ങളിൽ എണ്ണം കുറവായതുകൊണ്ടും ഞങ്ങൾക്ക് അങ്ങേ ഉപദ്രവിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ പലയിടങ്ങളിലേക്ക് ചിതറിപ്പോയി. ഞങ്ങൾ അങ്ങേ ഉപദ്രവിക്കാതെ മാറിപ്പോയി. അതുകൊണ്ടാണ് ഇന്നലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് ഇദ്ദേഹത്തോട് ഇവർ വന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം ചോദിച്ചു, അങ്ങയുടെ കൂടെ കുറേ ആളുകളുണ്ടായിരുന്നല്ലോ, അവരൊക്കെ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞു, ഞാൻ ഇന്നലെ യോഗം കഴിഞ്ഞ് തനിയാണ് നടന്നാണ് വന്നത്. എൻ്റെ കൂടെ ആരും തന്നെ ഇല്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അല്ല, ഇവർ പറഞ്ഞു, അല്ല, അങ്ങയുടെ കൂടെ കുറേ ആളുകൾ വളരെ ദൃഢഗാത്രരായിരിക്കുന്ന, നല്ല ആരോഗ്യമുള്ള, നല്ല മസിലൊക്കെ ഉള്ള, നല്ല വലിയ ബോഡി ഗാർഡിനെ പോലെ കുറേ ആളുകൾ അങ്ങയുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പം പറഞ്ഞു, ഇല്ല, അങ്ങനെ ആരും എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ ഒരു കാര്യം ഈ ദൈവദാസന് മനസ്സിലായി, അതായത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ ദൂതന്മാർ എന്നെ ശുശ്രൂഷിക്കാനായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ ആ ദൈവദൂതന്മാർ ഈ ദൈവദാസനോടൊപ്പം കൂടെ സഞ്ചരിച്ച അനുഭവം താൻ പിന്നീട് ഓർക്കുകയുണ്ടായി. പ്രിയരെ, നമ്മുടേതായ എല്ലാ ഘട്ടങ്ങളിലും ദൈവിക ദൂതന്മാർ നമ്മെ സഹായിക്കാനായി, നമ്മെ ഉദ്ധരിക്കാനായിട്ട്, നമുക്ക് വിടുതൽ തരാൻ, നമുക്ക് കാവൽ തരാനായിട്ടൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. എന്നാൽ അവരാരും ദൈവമല്ല. ആരാധനയ്ക്ക് യോഗ്യനായവൻ ഒരുവൻ മാത്രം, അവൻ യേശു ക്രിസ്തു മാത്രമാണ്. എന്നാൽ പ്രിയരെ, ഞാൻ ഈ ബൈബിൾ സ്റ്റഡി
യോടുള്ള ബന്ധത്തിൽ നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ വാക്യങ്ങളുടെ പശ്ചാത്തലങ്ങളാണ് നിങ്ങളോട് സംസാരിച്ചു വന്നത്. എന്നാൽ ഒരു വലിയ ആത്മീയ മർമ്മം ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും ഈ ലോകത്തിൽ യേശുവിൻ്റെ ആ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന പല വിഷയങ്ങൾ നമ്മുടെ ചുറ്റുപാടും കടന്നു വരികയാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു യഹോവ സാക്ഷികളെ പോലുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ യേശുവിൻ്റെ ദൈവത്വത്തെ വിശ്വസിക്കാത്തതായ സാമൂഹിക പ്രവർത്തകർ, സാമൂഹിക നിലകൾ മാത്രം യേശുവിനെ ഒരു റെവല്യൂഷണറി ആയിട്ട് മാത്രം കാണുന്ന സമൂഹം. ഇങ്ങനെയൊക്കെ പല ചിത്രങ്ങൾ യേശുവിനെക്കുറിച്ച് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം യേശു എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാണെന്ന് വിശ്വസിക്കാൻ നമ്മൾക്കെല്ലാവർക്കും തയ്യാറാകണം. ഇന്നത്തെ അനേക ചെറുപ്പക്കാരെ, അനേക യുവജനങ്ങളെ യേശുവിൽ നിന്ന് അകറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം, ഹീ ഈസ് നോട്ട് ഗോഡ്, യേശു ഒരു ദൈവമല്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഒരു സമൂഹം തന്നെ നമ്മുടെ ചുറ്റുപാടും വളരെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും വലിയൊരു ടാസ്ക്കാണ് യേശു പ്രൈസ് ദൈവമാണ് എന്ന് തെളിയിക്കാനായി. പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ യുവജനങ്ങൾ, നമ്മൾക്ക് തന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നാൽ അതിനെ എങ്ങനെ സമർത്ഥിക്കണമെന്നറിയത്തില്ല, അതിനെ എങ്ങനെ അതിജീവിക്കണമെന്ന് നമുക്കറിയത്തില്ല. പ്രിയരെ, എബ്രായ ലേഖനം 1-ാം അധ്യായം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കണം. ഒരിക്കൽ പോലും യേശു ദൈവമല്ല എന്ന് വാദിക്കുന്നവരുടെ മുമ്പിൽ നമുക്ക് ഈ വാക്യങ്ങൾ നിരത്താനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൂതന്മാരോടുള്ള ബന്ധത്തിൽ പ്രൈസ് ദി ലോർഡ് പല കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോഴും അന്ന് ദൂതന്മാരെന്നായിരുന്നു യേശുവിനെ വിളിക്കുന്നത്. ജീസസ് വാസ് ലൈക്ക് എ ഏഞ്ചൽ, ഒരു ദൂതന് സമാനായ വ്യക്തിയാണ് എന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞതായ ഒരു ഉപദേശമായിരുന്നു. ഇന്ന് ചിലപ്പോൾ പറയുന്നത് യേശു ഒരു മനുഷ്യനായിരുന്നു എന്നായിരിക്കാം പറയുന്നത്. ഇന്നല്ലെങ്കിൽ പറയുന്നത് യേശു എന്നൊരു വ്യക്തി ഒരു ജസ്റ്റ് ഒരു മിഥ്യാധാരണ മാത്രമാണ്. അന്ന് ആ സമൂഹത്തിൽ ജീവിച്ചിരുന്ന ഒരു ഇച്ചിരി ഹീറോയിക്കായിട്ടുള്ളൊരു വ്യക്തി, അതിനപ്പുറത്ത് യേശുവിന് യാതൊരു പ്രാധാന്യമില്ല എന്ന് പറയുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. യേശുവിൻ്റെ ദൈവത്വത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു സമൂഹം നമ്മുടെ ചുറ്റുപാടിനുമുണ്ട്. അങ്ങനെയെങ്കിൽ ആ സമൂഹത്തിൻ്റെ നടുവിൽ നമുക്ക് വളരെ ശക്തിയോടെ പ്രതിപാദിക്കാൻ കഴിയേണ്ട ഒരു കാര്യമാണ് യേശു എൻ്റെ ദൈവമാണ്. ഈ അധ്യായത്തിൽ 4-ാം വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ മുഴുവൻ വായിച്ചു വരുമ്പോൾ നമ്മൾ ഈ കാര്യം വളരെ വ്യക്തതയോടെ കാണുന്നു. ലേഖനകർത്താവ് ആ വാക്കുകളെ തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ഇന്ന് ഏതെങ്കിലും നിലയിൽ യേശുവിൻ്റെ സുപ്രീമസിയെ ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലും യേശുവിൻ്റെ ആ പ്രാധാന്യത്തെ, അപ്രമാദിത്വത്തെ, സുപ്രീമസിയെ, സോവർണിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഏതെങ്കിലും മണ്ഡലങ്ങൾ ഉയർന്നു വന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ശക്തി നമുക്കുണ്ടായിരിക്കണം. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ചിന്തയ്ക്കായിട്ടും നിങ്ങളുടെ റിഫ്ലക്ഷനായിട്ടും ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ആ സാന്നിധ്യം അല്ലെങ്കിൽ യേശുവിൻ്റെ ആ ദൈവത്വം ഇന്ന് നമുക്ക് വളരെ എസെൻഷ്യലായിട്ട് വേണ്ടത്? വൈ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ദ ക്രിസ്ത്യൻ ഫെയ്ത്ത് ടു അഫേം ദ ഫുൾ ഡീറ്റി ഓർ ഫുൾ ഡിവിനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്? ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നത് കൊണ്ട്, ഒരു ക്രിസ്തീയ വിശ്വാസം വിശ്വസിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ദൈവത്വത്തെ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ടത്? തീർച്ചയായിട്ടും ജീസസ് എന്ന് പറയുന്നത്, യേശു എന്ന് പറയുന്നത് ഒരു മിയർ ക്രിയേഷൻ അല്ല. ഹീ ഈസ് അവർ ലോർഡ്. ആദിമ നൂറ്റാണ്ട് മുതൽ തന്നെ ഈ ഒരു ചോദ്യം വളരെ 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 ആളുകൾ സംശയത്തോടെ ആളുകളുടെ ഹൃദയത്തിലേക്ക് പാകിയ ഒരു വിത്തായിരുന്നു. സാത്താൻ ഇന്നും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നൈഷ്യൻ ക്രീഡ് ഉണ്ടായത് സാത്താൻ്റെ വലിയൊരു തന്ത്രത്തിനെ അതിജീവിക്കാൻ വേണ്ടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നീടുള്ള കാലഘട്ടത്തിലൊക്കെയും ഏതെങ്കിലും അവസരത്തിൽ ഇത് വീണ്ടും ഉയർന്നു വരാൻ പിശാച് സർവ്വതവും ശ്രമിക്കും. പിശാചിൻ്റെ ഒരു തന്ത്രം എന്ന് പറഞ്ഞത്, ഒരായുധം ഒരിക്കൽ ഫലിച്ചില്ലെങ്കിൽ അതിനി വേണ്ടാന്നല്ല, അടുത്തൊരവസരത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റിയാൽ വീണ്ടും ഉപയോഗിക്കും. ക്രൈസ്തവ ചരിത്രത്തിൽ ഇതുപോലുള്ള പല ക്രീഡുകൾ യേശുവിൻ്റെ ദൈവത്വത്തെ സ്ഥാപിക്കത്തക്ക നിലയിൽ ഉയർന്നു വന്നപ്പോഴും പ്രൈസ് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും പിശാച് അതിനെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ആ ആയുധം താത്തു വെച്ചിട്ടില്ല, വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരുടെ, യുവജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ പലരുടെ ഇടയിൽ
വ്യാപകമായിട്ട് കൊണ്ടുവരുന്ന ഒരു ആയുധമാണ് യേശുവിനുള്ള ദൈവത്വത്തെ നിരാകരിക്കുന്ന അനുഭവങ്ങൾ. പ്രൈസ്. അതുകൊണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വലിയ വിഷയമാണ്, വിശ്വാസമാണ്, യേശു എൻ്റെ ദൈവമാണ്. ജീസസ് ഈസ് നോട്ട് ലെസർ ദാൻ എനിത്തിങ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അപ്പോൾ തന്നെ ഈ വാക്യങ്ങൾ നമുക്ക് തരുന്ന മറ്റൊരു റിഫ്ലക്ഷൻ കൂടി ഞാനൊന്ന് പറഞ്ഞെൻ്റെ വാക്കുകളെ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതുപോലുള്ള പല അനുഭവങ്ങളെ എങ്ങനെ തിരിച്ചറിയണമെന്നുള്ളതും ഈ വാക്യങ്ങൾ നമ്മെ ഓർപ്പിക്കുകയാണ്. യഹോവ സാക്ഷികളെ പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ദുരുപദേശങ്ങളെ കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ എങ്ങനെ അതിനെയൊക്കെ തരണം ചെയ്യണമെന്നുള്ളതും ഈ വാക്കുകൾ നമ്മെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സേവ ഇന്ന് നമുക്ക് ഉണ്ടോ? സ്റ്റിൽ ദ ഏഞ്ചൽസ് ആർ എൻകൗണ്ടറിങ് ഫോർ ക്രിസ്ത്യൻ ബിലീവേഴ്സ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം, പ്രൈസ് ദി ലോർഡ്, തൻ്റെ ദൂതന്മാരെ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അയക്കുന്നു. എന്നാൽ ഒരു വലിയ ചലഞ്ച് അതിനകത്തുള്ളത്, പലപ്പോഴും യേശു എന്ന് പറഞ്ഞുകൊണ്ട്, പലപ്പോഴും യേശുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല നിലകളിലും ഏഞ്ചലിക് എൻകൗണ്ടർ ആണെന്ന് പറഞ്ഞ് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല അനുഭവങ്ങളും നമ്മുടെ ചുറ്റുപാടിനും അനുഭവമായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഏഞ്ചലിക് എന്ന് പലപ്പോഴും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഏഞ്ചലിക് എന്ന് നമ്മുടെ മുമ്പിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് പലപ്പോഴും ഏഞ്ചലിക് ആകണമെന്നില്ല കേട്ടോ, ദൂതന്മാരാകണമെന്നില്ല. നമ്മെ ചതിക്കാൻ വരുന്നതായ, നമ്മളെ ചതിയിലേക്ക് കൊണ്ടുപോകുന്നതായ പല അനുഭവങ്ങളും നമുക്കിതിൻ്റെ ചുറ്റിനും കാണാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തിലൂടെ നാം ശ്രദ്ധിക്കുമ്പോൾ ദൂതന്മാരുടെ സേവ ഇന്നും നമുക്ക് വേണ്ടി അവൈലബിളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം തൻ്റെ ദൂതന്മാരെ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇന്നും അയക്കാൻ ശക്തനായ ദൈവമാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് ദൂതന്മാരുടെ എൻകൗണ്ടറിങ് നമുക്കുണ്ടായാലും ബിഗിൻ വിത്ത് സ്ക്രിപ്ചർ, തിരുവചനത്തിലൂടെ ആരംഭിക്കണം. പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തിന് വെളിയിലുള്ള യാതൊരു ഏഞ്ചലിക് എൻകൗണ്ടറും അത് ദൈവികമായിരിക്കുകയില്ല. മറിച്ച് അത് നമ്മെ വഞ്ചിക്കാൻ വരുന്ന പിശാചിൻ്റെ ഉപാധികളായിരിക്കാം. ഇന്ന് പലപ്പോഴും നമ്മൾ ദൂതന്മാരെ കണ്ട് ദൂതന്മാരുടെ എൻകൗണ്ടറിങ്ങിനെ കുറിച്ചൊക്കെയും പലരും പറയാറുണ്ട്. എന്നാൽ ദൂതന്മാർ നമുക്ക് വേണ്ടി ഇന്നും കാര്യസേവയ്ക്കായി സേവാത്മാക്കളായിട്ടുണ്ട്. ബട്ട് എവറി ടൈം ഇവാലുവേറ്റ് വിത്ത് സ്ക്രിപ്ചർ. കാരണം ദൂതന്മാർക്ക് തിരുവചനത്തിനപ്പുറത്ത് നിന്ന് നമുക്ക് തിരുവചനം നമുക്ക് ദൈവിക വെളിപ്പാടായി തന്നിട്ടുണ്ട്. അതിനപ്പുറത്തൊരു എൻകൗണ്ടർ നടത്താനായിട്ട് അവർക്ക് അനുവാദമില്ല. പ്രൈസ് ദി ലോർഡ്. Angels are really biblical beings, and God sometimes send them to communicate or minister to the people. വേദപുസ്തകത്തിൽ നമ്മൾ ധാരാളം ഇടങ്ങളിൽ അത് കാണുന്നുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഗീവ്സ് എ സ്ട്രോങ്ങസ്റ്റ് വാർണിംഗ്, നമുക്കൊരു വലിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈവൻ ഇഫ് ആൻ ഏഞ്ചൽ വെയർ ടു പ്രൊക്ലെയിം എ ഡിഫറെൻറ്റ് ഗോസ്പൽ, ഇറ്റ് മസ്റ്റ് ബി റിജക്റ്റഡ്. ഒരു ദൂതൻ വന്ന് ഒരു വ്യത്യസ്തമായ ഒരു ഗോസ്പൽ പ്രസംഗിച്ചാലും നമ്മളതിനെ റിജക്റ്റ് ചെയ്യണം. കാരണം ഇറ്റ് ഈസ് നോട്ട് കമ്മിങ് ഇൻ അലൈൻ വിത്ത് സ്ക്രിപ്ചർ. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയതായ ദൈവവചനത്തിനോടത് അലൈൻ ചെയ്തല്ല ദൂതൻ സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. An angelic appearance does not authenticate a message, but scripture that is authenticate the message. നമുക്കുള്ള സന്ദേശത്തെ പ്രൈസ് അതിനെ സാങ്ഷൻ ചെയ്യുന്നത് തിരുവചനമാണ്. അല്ലാതെ ദൂതൻ വന്ന് രാത്രി വന്നിട്ട് നമ്മളോട് ഇതാണെന്ന് പറയുന്നതായി അല്ല. തിരുവചനം എന്താ പറയുന്നത്, അതാണ് നമുക്ക് ആധാരം. പ്രൈസ്. അതുമാത്രമല്ല, ഇനി അതല്ല, ഏതെങ്കിലും ഒരു ആലോചനയായി ദൂതൻ നമ്മളോട് പറഞ്ഞാൽ ടെസ്റ്റ് ദി ഐഡൻറ്റിറ്റി ആൻഡ് ദ മെസ്സേജ്. ആ സന്ദേശത്തെയും അതിൻ്റെ ഐഡൻറ്റിറ്റിയെയും ടെസ്റ്റ് ചെയ്യുക. പലപ്പോഴും സാത്താൻ തന്നെ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ച്, അല്ലെങ്കിൽ സാത്താൻ ഹിംസെൽഫ് ട്രാൻസ്ഫോം ഹിംസെൽഫ് ഇൻടു ആൻ ഏഞ്ചൽ, ഒരു ഏഞ്ചലിനെ പോലെ പിശാച് പലപ്പോഴും നമ്മുടെ അടുക്കൽ വരുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ സൈറ്റൻ ക്യാൻ ഹിംസെൽഫ് ട്രാൻസ്ഫോം ഹിംസെൽഫ് ടു ആൻ ഏഞ്ചൽ ഓഫ് ലൈറ്റ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ പ്രൈസ് ദി ലോർഡ് ആ ഏഞ്ചലിൻ്റെ ഐഡൻറ്റിറ്റിയെയും മെസ്സേജിനെയും നമ്മൾ വാസ്തവമായി
പ്രൈസറോൾ പരിശോധിക്കണം. ക്രിസ്തുവിനെ സെൻറ്ററാക്കാത്തതായ എന്തു വന്നാലും ഓർത്തോണം ദുരുപദേശമാണ്. യേശുവിനെ കേന്ദ്രത്തിൽ നിന്ന് മാറ്റുന്ന എന്ത് സാധനം ഉയർന്നു വന്നാലും ഓർത്തോണം അത് ദുരുപദേശമാണ്. അപ്പോൾ ഏത് ഏഞ്ചലിക് എൻകൗണ്ടറും യേശുവിനെ ഡിമിനിഷ് ചെയ്യുന്ന, യേശുവിനെ ചെറുതാക്കുന്ന ഏത് ഉയർന്നു വന്നാലും ഓർത്തോണം അത് ഏഞ്ചലിക്കല്ല. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ഈ ദൈവവചനത്തിലൂടെ, ഇന്നത്തെ ദൈവവചന ചിന്തയിലൂടെ ഞാൻ നിങ്ങളോട് മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, യേശുവിൻ്റെ ദൈവത്വത്തെ കുറച്ച് കാണുന്ന ഏത് ഉപദേശ സംഹിതകളെയും തിരിച്ചറിയാൻ ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നമ്മുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കാൻ കഴിയണം. രണ്ട്, ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് ഇന്നും നമ്മെ സേവിക്കാൻ കഴിയും. അതെങ്ങനെയെന്ന് മനസ്സിലാക്കി അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുക. ഈ രണ്ട് ദൈവിക ചിന്തകൾ മാത്രമാണ് ഇന്ന് രാത്രികാലം ഈ ബൈബിൾ സ്റ്റഡിയിലൂടെ ഒരു ആപ്ലിക്കേഷൻ എന്ന നിലയിൽ ഞാൻ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ലേഖനകർത്താവ് ദൂതന്മാർക്ക് സമമാക്കി യേശുവിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ച ശ്രമത്തെ എങ്ങനെയാണ് ഈ അധ്യായം അതിനെ റെഫ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കേൾപ്പാൻ കഴിഞ്ഞു. ഇത് നമ്മുടെ ഇന്നത്തെ പ്രായോഗിക ജീവിതത്തിലും പ്രൈസ് ദി ലോർഡ് അത് നമ്മെ ബലപ്പെടുത്താൻ ഇടയാക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, യേശു എന്ന് പേര് പറഞ്ഞ് പല നിലകളിലും പ്രൈസ് ദി ലോർഡ് യേശുവിൻ്റെ ദൈവത്വത്തെ നിരാകരിക്കുന്ന പലതും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാം. എന്നാൽ എവറി അറ്റംപ്റ്റ് ഈസ് ഫ്രം സൈത്താൻ, അത് സാത്താനിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് യേശുവിൻ്റെ ദൈവത്വത്തെ ഒരിക്കലും നിരാകരിക്കുന്ന ഒരു ഉപദേശ അനുഭവത്തെയോ നമുക്ക് പിന്തുടരാൻ പാടില്ല എന്ന് ഈ രാത്രികാലം ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.